ഹായ്, ഞാൻ ഷാരോൺ. ഞാൻ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ പേര് ബ്ലൂമിംഗ് പാർട്സ്. ഞങ്ങൾ കുട്ടികൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ലോകത്തിൻ്റെ വളർച്ചയും വികാസവും ഞങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ കുട്ടികളിലുള്ള കലയുടെ മുകുളങ്ങൾ വിടർത്തിയെടുക്കേണ്ടത് മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. അതിനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇവിടെ. ഗർഷം ടിവിയിലെ ഈ പ്രോഗ്രാമിലൂടെ UK കൊച്ചു കലാകാരന്മാരെയും കലാകാരികളെയും പരിചയപ്പെടുത്തുകയാണ്. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ പ്രോഗ്രാമിലേക്ക്, ബ്ലൂമിംഗ് ബഡ്സിലേക്ക് സ്വാഗതം. കവിതകൾ അധികം അങ്ങനെ ആരും പാടാറില്ല. മധുസൂദനൻ നായരുടെ ഒരു കവിത, ഭാരതീയ, എല്ലാവരും കേട്ടിട്ടുള്ളൊരു കവിതയാണ്. മകനേ, ഇതിന്ത്യയുടെ ഭൂപടം വന്ധ്യയുടെ വയർപിളർന്നൊഴുകും വിലാപവേദം പോലെ, വരൾ വരകൾ നദികൾ പരമ്പരകളറ്റവ, മുണ്ടിത ശിരസ്കരാം കാവിമൺപുറ്റുകൾ, ചവിട്ടടിമറിക്കും പരിഷ്കാരരഥ്യകൾ, ചിരിച്ചതിവിരിക്കും മഹാനഗരയക്ഷികൾ, ആൾപിടിയർച്ചീറി വരും ആകാശപാതകൾ, ആൾപ്പണം കാക്കും പുകക്കുഴലുകൾ, പൊന്നു കാണിക്ക വഞ്ചിതൻ വാ പിളർന്നമരുന്ന ക്രയശേഷി വർദ്ധിച്ച വിശ്വാസമേടകൾ, പല നിറക്കൂറുകൾ പല നാടുകൾ, ഇടക്കില പൊഴിഞ്ഞെല്ലിച്ച ജീവിതക്കാടുകൾ, മകനേ ഇതിന്ത്യയുടെ ഭൂപടം. പക്ഷെ അതങ്ങനെ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. കാരണം പഠിച്ചതാണോ അതോ നമുക്ക് കുറെ കവിതകൾ പഠിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത്, അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇങ്ങനെ കോമ്പറ്റീഷനിൽ കവിതകൾ പാടി പ്രൈസ് മേടിച്ചു കാണുമല്ലോ, ഉറപ്പാണ്. മ്യൂസിക്കില് ഇൻസ്ട്രുമെന്റ്സ് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഹലോ, ഞാൻ ജോഷി. ഗർഷം ടിവിയിലെ ഷെഫ്സ് കിച്ചൺ എന്ന പരിപാടിയാണ് നിങ്ങൾക്കായി ഞാൻ അവതരിപ്പിക്കുന്നത്. മലയാളത്തിൻ്റെ മഹാരുചി മറുനാട്ടിലെത്തിച്ച പാചകകലയുടെ മർമ്മമറിയുന്ന വ്യക്തികളെയാണ് നിങ്ങൾക്കായി ഈ പ്രോഗ്രാമിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. പാചകകലയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സുസ്വാഗതം. നിങ്ങൾക്കായി ഞങ്ങളൊരു സുവർണാവസരം ഒരുക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഭവം എന്താണെന്ന് ഞങ്ങളെ എഴുതി അറിയിക്കുക. വിഭവം എന്തുമാകട്ടെ, അത് കേരള തനിമയുള്ളതാകട്ടെ, നമ്മുടെ അടുക്കളയിൽ ഈസിയായി കുക്ക് ചെയ്യാനുള്ള ഏതെങ്കിലും ഡിഷ് ആയിക്കോട്ടെ, അത് ഞങ്ങളെ എഴുതി അറിയിക്കുക. ഒരുപക്ഷെ അടുത്ത എപ്പിസോഡിൽ നിങ്ങളായിരിക്കും എന്നോടൊപ്പം. ഞങ്ങളുടെ മേൽവിലാസം reach@garshamtv.com. ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുന്നത്, അത് ഫിനിഷ് ആയിരിക്കും. ഒരു സ്വയരക്ഷയാണ്. ഇതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്? ഒറിജിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കങ്ങനെ വ്യക്തമായിട്ടൊരു ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം പല ആൾക്കാരും പല രീതിയിലാണ്. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ സെൻസൈ എന്ന് പറയുന്ന ടീച്ചേഴ്സിനെയാണ് ഞാൻ അവരുടെ അറിവിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ ഒറിജിൻ നമുക്ക് അഭിമാനിക്കാം സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. എങ്ങനെയാണത് ആദ്യമേ തുടങ്ങിയത്? ഇന്ത്യയിൽ നിന്നാണ്. ബോധിധമ്മ ദാമു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സൗത്ത് ഇന്ത്യനാണ്. അദ്ദേഹം ബുദ്ധപ്രചരണാർത്ഥം ഷാവലിൻ പോവുകയും ചനി പോവുകയും ഷാവലിൻ ടെമ്പിളിൽ പ്രാക്ടീസ് ചെയ്യുന്ന സെൻ പ്രാക്ടീസ്, അതായത് മെഡിറ്റേഷൻ. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു കാരണമുണ്ട് അവിടെ. കാരണം അവിടുത്തെ സന്യാസിമാർ വളരെ വീക്കായിട്ടാണ് അന്നത്തെ കരുത് അവർക്ക് മനസ്സിലായത്. അതിനുവേണ്ടി പുള്ളി ഡെവലപ്പ് ചെയ്ത ഒരു വേ ആണത്. അത് പിന്നെ ഒരു ഫൈറ്റിംഗ് മെത്തേഡായിട്ട് മാറുകയും അവിടെ നിന്നാണ് അത് ഒക്കിനാവയിലേക്ക് മൂവ് ചെയ്യുകയും അവിടെ നിന്ന് കരാട്ടെ ആയിട്ട് രൂപപ്പെടുകയും ചെയ്യുക. ശരിക്കും ഇത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്, പക്ഷെ അറിയപ്പെടുന്നത് ജപ്പാൻ അല്ലെങ്കിൽ ചൈന, അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ശരിക്കും നമുക്ക് അഭിമാനിക്കാം. അതിന്റെ ഞങ്ങളടക്കം വിശ്വസിക്കുന്ന 90% ആൾക്കാരും വിശ്വസിക്കുന്നത് അത് സൗത്ത് ഇന്ത്യൻ തുടക്കം. നന്ദി, നമസ്കാരം.
ഇനി സോനു നിഗത്തിന്റെ ഒരു പാട്ടോടെ പാടുമോ പ്രഷർക്ക് വേണ്ടി? तुमको भी है खबर, मुझको भी है पता, हो रहा है जुदा दोनों का दास्ता, दूर जाके भी मुझसे तुम मेरी यादों में रहना, कभी अलविदा ना कहना, कभी अलविदा ना कहना, कभी अलविदा ना कहना, कभी अलविदा ना कहना. വേൾഡ് ഡാൻസ് ഓർഗനൈസേഷന്റെ ഒളിമ്പിയാഡ്, വേൾഡ് ഡാൻസ് ഒളിമ്പിയാഡ്. നമ്മള് വേറൊരു കൺട്രി പോയി അങ്ങനെ ഒരു ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പെഷ്യലി 90 രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് കണ്ടസ്റ്റൻസ് വന്നിട്ട് അവരിൽ നിന്ന് ഒരു ഫസ്റ്റ് പ്രൈസ് മേടിക്കുക, ഗോൾഡ് മെഡൽ മേടിക്കുക എന്നൊക്കെ പറഞ്ഞാല് വളരെ വലിയ സന്തോഷം അല്ലേ? അതെ. പിന്നെ ശരിക്കും ഒരു ഡാൻസറായിട്ട് അംഗീകരിക്കുവാണ്. അതെ, ശരിക്കും. പിന്നെ ട്രോഫി വാങ്ങിച്ചപ്പം ഞാൻ UK-നെ റെപ്രസെന്റ് ചെയ്താണ് പോയത്. UK-ലെ നാഷണൽ ആന്തം പ്ലേ ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാണെങ്കിലും കുറെ മലയാളി അസോസിയേഷൻസ് എല്ലാം നല്ലൊരു സ്വീകരണം തന്നെ തന്നായിരുന്നു എയർപോർട്ടിൽ വന്നപ്പോൾ തന്നെ. പിന്നെ ഇവിടെ MPs എങ്ങനെയായിരുന്നു? MPs ഒക്കെ അവരൊക്കെ ശരിക്കും ഹാപ്പി ആയിരുന്നു. കാരണം UK-യുടെ നാഷണൽ ആന്തം അവിടെ റഷ്യയിൽ പോയി പ്ലേ ചെയ്തപ്പോൾ അവർക്ക് നല്ല ഹാപ്പി ആയിരുന്നു. കാരണം അവർ എനിക്ക് ലെറ്റേഴ്സ് അയച്ചു. ലെസ്റ്ററിലെ MP ശരിക്കും എന്നോട് ശരിക്കും കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. അങ്ങനെ എന്താ പറയുക, ആ ഒരു 2 months പീരീഡ് ഭയങ്കര എന്താ പറയുക, ആൾക്കാർ വിളിക്കുന്നു, ഇത് പറയുന്നു, നമുക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു ഇൻസ്പിറേഷൻ വീണ്ടും എനിക്ക് പങ്കെടുക്കണം, വീണ്ടും എനിക്ക് ചെയ്യണം, എന്തെങ്കിലും ഡാൻസിന്റെ അല്ലെങ്കിൽ അതേ കോമ്പറ്റീഷനിൽ തന്നെ വീണ്ടും പങ്കെടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. കാരണം ദൈവം ഇപ്പം ഫസ്റ്റ് പ്രൈസ് തന്നു. അപ്പം അതിപ്പം എന്താ പറയുക, ദൈവം പറയുവാണെങ്കിൽ നിനക്ക് ഇനിയും പോകാൻ പറ്റും, ലൈക്ക് അത് നിർത്തരുതെന്നുള്ളൊരു ഇതാണ് എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ എന്തായാലും ഇതിൽ കൂടുതൽ പഠിക്കും, കൂടുതൽ ചെയ്യണമെന്നുണ്ട്. ഇപ്പം ഞാൻ സ്റ്റഡീസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പക്ഷേ ഫ്യൂച്ചറിൽ ഞാൻ എന്തായാലും ഡാൻസ് എനിക്ക് വിടാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യുക, അതാണ്. ആൾക്കാർ എങ്ങനെ അത് അബ്സോർവ് ചെയ്തു? ഏത് രീതിയിൽ മാജിക്കും കരാട്ടയും ഡാൻസിനോടൊപ്പം ഫ്യൂഷൻ, ഒരു ബോളിവുഡ് ഫ്യൂഷൻ ആയിട്ട് ചെയ്യുമ്പോൾ മറ്റ് ഡാൻസുകൾ, സ്ട്രീറ്റ് ഡാൻസ് എല്ലാം വരുമ്പോൾ അതെങ്ങനെയാണ് ആൾക്കാർ അത് ഉൾക്കൊണ്ടത്? എങ്ങനെ അവർ ആസ്വദിച്ചത്? പത്ത് 12 ഫിലിംസിൽ പാടിയിട്ടുണ്ട്. ദാസേട്ടന് വേണ്ടി പാടിയിട്ടുണ്ട്. മലയാളം സോങ്സ് ആണോ അതോ തമിഴും? ട്രാക്ക് എല്ലാം മലയാളം. ശങ്കർ മഹാദേവൻ സാറിന് വേണ്ടി പാടിയിട്ടുണ്ട്. ശങ്കർ മഹാദേവൻ പാടിയ ഒരു മലയാളം സോങ്ങിന്റെ രണ്ടുപേര് പാടും. അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആ പാട്ടിന്. പുതിയ മുഖം. പിച്ച വെച്ച നാൾ മുതൽ കുനി എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂട്ടി ഞാൻ ഇഷ്ടം കൂടി എന്നും. പിച്ച വെച്ച നാൾ മുതൽ കുനി എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂട്ടി നാം ഇഷ്ടം കൂടി എന്നും. പിച്ച വെച്ച നാൾ മുതൽ കുനി. ഈ തമിഴ് ഫിലിമും ഇതുപോലെ തമിഴിലും പാടാറുണ്ടല്ലേ?